അമേരിക്കയിൽ ഷട്ട് ഡൌൺ തുടരും. 7ാം ദിവസവും ധനവിനിയോഗ ബില്ലിൽ തീരുമാനമായിട്ടില്ല. ആരോഗ്യപരിപാലന പദ്ധതിയിൽ ഡെമോക്രാറ്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചന നൽകിയെങ്കിലും ഡൊണാൾഡ് ട്രംപ് പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. ഷട്ട് ഡൌൺ അവസാനിപ്പിച്ച് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന നിലപാടിലാണ് പ്രസിഡന്റ്. നിലവിൽ വൈറ്റ് ഹൌസുമായി ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് ഡെമോക്രാറ്റുകളും വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ ഒക്ടോബർ 1 തുടങ്ങിയ ഷട്ട് ഡൌൺ തുടരുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ധനവിനിയോഗ ബിൽ 5ാം തവണയും സെനറ്റിൽ പരാജയപ്പെട്ടു. ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രസിഡന്റ് തയ്യാറാണെങ്കിൽ ചർച്ചകൾ തുടരാമെന്ന് ഡെമോക്രാറ്റുകൾ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഷട്ട് ഡൌൺ ആരംഭിച്ചത് ഡെമോക്രാറ്റുകളാണെന്നും അവസാനിപ്പിക്കേണ്ടതും അവരാണെന്ന് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. ഡെമോക്രാറ്റുകളുടെ പരാജയപ്പെട്ട ആരോഗ്യ സംരക്ഷണ നയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും എന്നാൽ സർക്കാരിനെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കണമെന്നുമായിരുന്നു പോസ്റ്റ്. ആരോഗ്യ പരിപാലന കാര്യങ്ങളിൽ ഡെമോക്രാറ്റുകളുമായി ഒരു കരാറിന് തയ്യാറാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് ന്യൂനപക്ഷ നേതാവ് ഹക്കീം ജെഫ്രീസ് രംഗത്തെത്തി. ട്രംപോ മറ്റേതെങ്കിലും നേതാക്കളോ ചർച്ച നടത്തിയതായി അറിയില്ല എന്നായിരുന്നു വിശദീകരണം. ഷട്ട് ഡൌൺ തുടർന്നാൽ ഫെഡറൽ ജീവനക്കാരെ ഇതിനോടകം പിരിച്ചുവിടുമെന്ന ട്രംപിന്റെ വാദത്തിൽ നിന്ന് വൈറ്റ് ഹൌസ് പിൻവാങ്ങി. പക്ഷേ തൽസ്ഥിതി തുടർന്നാൽ തൊഴിൽ നഷ്ടം സംഭവിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ട്രംപ് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.